ഹലോ ICL ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ടൊരു മിക്സർ ജാറിൽ 1/4 കപ്പ് തേങ്ങ തിരുമിയത്, പിന്നെ സ്വല്പം ജീരകം, ചെറിയ ജീരകം, ഒരു മുളക്, കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും ഒന്ന് വെള്ളം തൊടാതെ അരച്ചെടുത്ത് ഇതുപോലെ സ്വല്പം എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം ഞാൻ 2 കപ്പ് മാവായിരിക്കും ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ റേഷ്യോ അനുസരിച്ച് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെള്ളം തിള വരുമ്പം നമ്മൾ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുത്ത ശേഷം ഇച്ചിരി ചൂട് നമുക്ക് കയ്യിൽ നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടാവുമ്പം അതുവരെ ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഒന്ന് മെല്ലെ കുഴച്ചെടുക്കാം. നേരെ ചൂടോടെ തന്നെ കുഴച്ചാൽ എളുപ്പം കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം നമുക്കിനി ഇത് ഷേപ്പ് ചെയ്യാമേ. അതിനായിട്ട് ഒരു ഇതുപോലെ പലകയിൽ കുറച്ച് അരിപ്പൊടി ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഒരു പകുതി പോർഷൻ എടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പരത്താം. ഒത്തിരി തിന്നായിട്ട് പരത്തണ്ട, ഒരു മീഡിയം സൈസ്, ഒരു കുറച്ച് കട്ടിക്ക് തന്നെ പരത്താം. ഈ സമയം കൊണ്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കണേ. നല്ല ചൂടോടെ ഇരിക്കുമ്പോൾ വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. എന്നിട്ടൊരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഇതുപോലത്തെ റൗണ്ടായിട്ടുള്ള വല്ല അടപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ മാറ്റി വെക്കാം. ആദ്യം തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ ഡിസ്കാക്കി മാറ്റി വെച്ചാൽ കണ്ടോ, ഈ ഒരു കട്ടി വേണം. ഇങ്ങനെ മാറ്റി വെച്ചാൽ നമുക്ക് എളുപ്പം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ബാക്കി വരുന്ന മാവ്, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന മാവും പിന്നെ ഒരു പോർഷനും കൂടെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇതാ ബാക്കി വന്നു. ഇതൊന്നും കൂടെ ഇതുപോലെ കുഴച്ച് ഇതും പരത്തി അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ഡിസ്കുകളായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഒന്നൊന്നായിട്ട് പൊരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം അത് നമ്മളിവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം. കറി ഉണ്ടായിട്ടോ ഇല്ലാതെയും കഴിക്കാം. അപ്പോൾ ദാ റെഡിയായി. ഇനി നമുക്ക് നല്ല എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടിൽ തന്നെ ഇരിക്കണേ. എന്നിട്ട് ഇത് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ദാ കണ്ടോ, ഇത് റെഡിയായി. 2 ഭാഗത്തും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി. അപ്പോൾ ബാക്കി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസ്കുകളും ഇതുപോലെ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഈ ഈസി അടിപൊളി ചട്ടിപ്പത്തിരി ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.